ഹലോ. അങ്ങനെ കാത്തിരുന്ന പുസ്തകം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മിനിങ്ങാന്നാണ് ഓർഡർ ചെയ്തത്. വെറും 2 ദിവസം കൊണ്ട് ആളെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആസ്ഥ പബ്ലിക്കേഷൻ അടൂർ പത്തനംതിട്ടയിൽ നിന്നാണ് കേട്ടോ ഇത് അയച്ചേക്കുന്നത്. അടൂർ നമ്മുടെ ഇവിടുന്ന് വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും വേഗം കൊറിയർ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ച് നോക്കുക എന്നുള്ളതായിരുന്നു. ഇതിനകത്ത് എന്താണ് വന്നല്ലോ. ഇതിൽ 4 പുസ്തകമുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആസ്ഥ അക്കാദമിയുടെ ക്ലാസ്സിന് വലിയൊരു ആരാധകയാണ് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ അജിത് സുമേരു സാറിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സാണ്. അങ്ങനെ ഇങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്ലാസ് സാറിൻ്റെ ചാനലിൽ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ സാറ് തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന്. വെറും 85 രൂപ മാത്രമാണ് ഈ പുസ്തകത്തിനെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തു. ആസ്ഥയുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നമുക്കിവിടെ ഒരു കോംബോ ഓഫറുണ്ട്. അതായത് കുറച്ച് പാക്കേജിൻ്റെ ഫോട്ടോയും എനിക്ക് തന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ടിൽ കിട്ടുമെന്ന്. ഇതായിരുന്നു അവർ പറഞ്ഞ ഓഫർ. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്കിന് 85 രൂപയേ ഉള്ളായിരുന്നു. നമുക്ക് സിംഗിളായിട്ടും ടെക്സ്റ്റ് വാങ്ങാം. CPയുടെ സ്പെഷ്യൽ ടോപ്പിക് ബുക്കിന് 110, നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിന് 85 രൂപ, കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കിന് 120, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം കൂടെ കോംബോ ഓഫറിൽ നമുക്ക് 280, 150 ആ രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു 280 എടുക്കാമെന്ന്. 280ൻ്റെ പാക്കേജിനകത്തുള്ളത് CPO, APO, കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫയേഴ്സ് ബുക്ക്, ഇത്രയും കൂടി 280 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ലാഭമായിട്ടും തോന്നി, കുറേ കാര്യങ്ങൾ കിട്ടുമെന്നും തോന്നി. അങ്ങനെ ഞാൻ 250ൻ്റെ ചൂസ് ചെയ്തു. ആദ്യത്തെ ടെക്സ്റ്റ് നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടെക്സ്റ്റാണ്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ടെക്സ്റ്റാണ് ആദ്യത്തേത്. നെക്സ്റ്റ് നോക്കി കറണ്ട് അഫയേഴ്സ്, കേരള PSC കറണ്ട് അഫയേഴ്സ് 2023, 2024, 2025. അടുത്തതാണ് ഞാൻ മെയിനായിട്ട് വാങ്ങാനിരുന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. ഇത് 85 രൂപയുടെയാണ് കേട്ടോ. ഇത് ഇത്രയും കൂടെയാണ് 280. അടുത്തത് CPOയുടെ ടെക്സ്റ്റാണ്. ഇതും സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഈ 4 ടെക്സ്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഓരോ ടെക്സ്റ്റും നോക്കാം. കറണ്ട് അഫയേഴ്സ് ടെക്സ്റ്റാണ് കേട്ടോ ഇത്. 2023, 24, 25 ഫുൾ കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 2025 ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് A to Z കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ ടെക്സ്റ്റാണെന്ന് പറഞ്ഞ് നമുക്ക് കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ, ഇത്രയും നാളത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ടെക്സ്റ്റാണ് കേട്ടോ ഇഷ്ടം. എപ്പോഴും നമുക്ക് കൈക്കൊണ്ട് നടക്കുകയും ചെയ്യാം, പഠിക്കാനും എളുപ്പമാണ്. ഇങ്ങനെ കൈക്കൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ഓവർ ഭാരമായിട്ട് ഒത്തിരി പഠിക്കാനുണ്ടോ എന്നൊന്നും തോന്നത്തില്ല. കാരണം ഈ ചെറിയ ടെക്സ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ച് തീർക്കാമെന്നുള്ളൊരു കോൺഫിഡൻസും വരും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കയ്യിൽ ഒതുങ്ങുന്നതുമാണ്, എന്നാൽ എല്ലാ പോയിൻറ്സും ഉണ്ട്. GK പറഞ്ഞു പോകുന്ന പോലെ പറഞ്ഞു പോകാനും വായിച്ചു പോകാനും പറ്റുന്നൊരു സാധനമാണ്. നമുക്ക് നോർമൽ ഇങ്ങനെ പറഞ്ഞു പോകില്ലേ, അതുപോലെ. അടുത്ത ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് നടക്കാം, എപ്പോൾ വേണമെങ്കിലും നോക്കാം. ഇങ്ങനെയുള്ള പുസ്തകങ്ങളാകുമ്പോൾ എപ്പോഴും നമുക്ക് നോക്കാനും പഠിക്കാനും തോന്നും കേട്ടോ. പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ദേശീയത, ഭരണഘടനാ രൂപീകരണം, ഭരണഘടനയുടെ ആമുഖം, രാഷ്ട്രവും പൗരത്വവും, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, കാര്യനിർവഹണ വിഭാഗം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അങ്ങനെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ എനിക്ക് ലക്ഷ്യയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് വെച്ചാണ് പഠിക്കുന്നത്. അത് ഇപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു റിവിഷനുമായി കുറച്ച് കാര്യങ്ങളും കൂടെ നല്ലപോലെ നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റി കണ്ടോ. അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെ ഫിഗറൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാവരെയും പിക്ചറൊക്കെ തന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, അല്ലാതെ 1 വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിലോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തരും, മുൻവർഷ ചോദ്യ പേപ്പറുകളുണ്ട്. പിന്നെ അതിൻ്റെ ആൻസറും നമുക്ക് ചെയ്യാനുള്ള OMR ഷീറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ OMR ഷീറ്റിന് തൊട്ട് പുറവശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ആൻസറുകളാണ് കേട്ടോ. നമുക്ക് ആൻസർ OMRനകത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ നോക്കാൻ കഴിയും. പക്ഷെ കൊള്ളാമല്ലേ, അപ്പോൾ ഒരു കുടക്കീഴിലെല്ലാം കൂടെ കിട്ടുന്നത്. നമുക്ക് ആൻസറും ചെയ്യാം. നമ്മൾ ആ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പഠിച്ചു എന്നതിനുള്ള തെളിവാണ്. ഇത്രയും പഠിച്ചിട്ട് ആ അവസാന പേജിൽ നമ്മൾ ആ മുൻവർഷ പരീക്ഷയുടെ ആ ക്വസ്റ്റ്യന് OMR ഷീറ്റ് ചെയ്ത് കഴിയുമ്പോഴുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിനുശേഷം നമ്മൾ ആൻസർ വാല്യൂ ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ലാസ്റ്റ് പേജിൽ നമുക്ക് സ്പേസ് ഉണ്ട്, അതിനകത്ത് നമുക്ക് അഡീഷണൽ നോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. കാരണം നമ്മുടെ കൈ കിട്ടുന്ന അഡീഷണൽ നോട്ട്സ്, എക്സ്ട്രാ നോട്ട്സ് ഒക്കെ കാണുമല്ലോ, അതൊക്കെ നമുക്ക് എഴുതി വെക്കാനുള്ള 3-4 പേപ്പറും ഉണ്ട്, പേജും ഉണ്ട് കേട്ടോ.
അതിനകത്ത് നമുക്ക് അഡീഷണൽ നോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്പേസ്. അഡീഷണൽ നോട്ട്സ് എഴുതാനുള്ള ഒരു സ്പേസ്, ഒരു 3 പേജോളം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കേരള അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഞാൻ ഇത് എയിം ചെയ്ത് വാങ്ങിച്ചതാണ് സത്യത്തിൽ. ഇത് ഞാൻ മെയിനായിട്ട് ഇത് ഓർഡർ ചെയ്യാൻ കാരണം എന്താ, ഈ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയാണ് കേട്ടോ. സാറിൻ്റെ ഫോട്ടോ ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ആവേശമല്ലേ, പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. ഇതിനകത്ത് നമ്മുടെ സിലബസ്, പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സിലബസ് ഫുള്ളുണ്ട്. കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതിയും വിവരാവകാശ നിയമം മനുഷ്യാവകാശ നിയമവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് ഇത്രയും പഠിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കാണിത്. ഇതിൻ്റെ പുറവിനും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, OMR ഷീറ്റുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാൻ നമ്മുടെ പഠിച്ചു എന്നുള്ളതിന് തെളിവ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയും. കാരണം ഈ ടെക്സ്റ്റ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ട് ആ മുൻവർഷ ചോദ്യപേപ്പർ ചെയ്ത് ആ OMR ഷീറ്റിൽ അതൊന്ന് അടയാളപ്പെടുത്തി അവസാനത്തെ ആൻസർ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രമാത്രം സാർ നമ്മുടെ മനസ്സറിഞ്ഞ് തന്ന പുസ്തകമാണെന്ന് തോന്നിപ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആമുഖമാണെന്ന് വെച്ചാൽ ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് അല്ലേ. ഇതുപോലെ തന്നെ ഇവിടെ ചെയ്യാനുള്ള OMR ഷീറ്റും ഉണ്ട്. മുമ്പത്തെ പോലെ തന്നെ അതിൻ്റെ പുറവിന് നമുക്ക് ആൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും അഡീഷണൽ ആയിട്ടുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നോട്ട്സൊക്കെ വേറെ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിലും, നമുക്ക് പുസ്തകങ്ങളിൽ നിന്നൊക്കെ കിട്ടുവാണ്, അല്ലെങ്കിൽ വേറെ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ തന്നെ നമുക്കത് നോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ CPOയുടെ ടെക്സ്റ്റ്. ഓൾറെഡി ഞാൻ ടാലൻറ്റിൻ്റെ പുസ്തകം കഴിഞ്ഞ വർഷമേ ഞാൻ CPOയുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇത് കോംബോയിൽ ഇത് 4 എണ്ണത്തിനും കൂടി 250 എന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. കാരണം കുറച്ചുകൂടി റിവിഷൻ ആവുമല്ലോ, അഡീഷണൽ വല്ലതൊക്കെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. പക്ഷേ നല്ലപോലെ പോയിൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ വട്ടം നോക്കി, രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ കുറേ കാര്യങ്ങൾ അപ്പോൾ അതിനകത്തില്ലാത്തത് ഇതിനകത്തും ഉണ്ട്. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ CPOയുടെ ടെക്സ്റ്റും. ഈ CPOയുടെ ടെക്സ്റ്റിനകത്തും നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ടെക്സ്റ്റാണ്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ. അതുപോലെ മാതൃക ചോദ്യോത്തരങ്ങളുണ്ട്, നമുക്ക് ചോദ്യം ചെയ്യാം. മറ്റേതുപോലെ OMR ഷീറ്റുണ്ട്, ആൻസറും എഴുതാം. അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു ടെക്സ്റ്റാണ് കേട്ടോ ഇത്. എനിക്കിഷ്ടപ്പെട്ടു. ഈ 4 പുസ്തകവും ഒന്നിനൊന്നിന് മെച്ചമാണ്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വാങ്ങിച്ച് നോക്കുന്നവർക്ക് നോക്കാം. 280 രൂപയ്ക്ക് 4 പുസ്തകം എന്ന് പറയുമ്പം എനിക്ക് വലിയ നഷ്ടമൊന്നും തോന്നിയില്ല. കാരണം അതിൻ്റെ അത്രയും നല്ല നല്ല കണ്ടൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കേണ്ടവർക്കും റിവിഷൻ ചെയ്യേണ്ടവർക്കും ഒക്കെ ഇത് നല്ലൊരു കാര്യമാണ്. സാറിൻ്റെ ക്ലാസ്സൊക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് യൂട്യൂബിൽ കാണുമ്പോൾ തന്നെ നല്ല ഇൻസ്പിറേഷനാണ്. പിന്നെ സാറിൻ്റെ ക്ലാസ് കണ്ടാലും മതി. പിന്നെ ഇല്ലാത്തവർക്ക് ഇത് ഒരു ടെക്സ്റ്റ് തന്നെയാണ് പഠിക്കാൻ. കൈവച്ച് എപ്പോഴും കൊണ്ട് നടക്കാം, നമുക്ക് പഠിക്കാം. ഫോൺ യൂസ് ഇഷ്ടമല്ലാത്തവർക്ക്, ഫോണിൽ വീഡിയോ കാണാത്തവർക്കും ഒക്കെ നമുക്കിതൊരു നല്ലതാണ്. എല്ലാവർക്കും എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഏത് പുസ്തകം വെച്ച് പഠിച്ചാലും നമ്മൾ പഠിക്കണമെന്നേ ഉള്ളൂ. കാരണം നമ്മളൊരു 10,000 പുസ്തകം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അത് ലക്ഷ്യമായാലും ആസ്തയായാലും ടാലൻ്റ് ആയാലും ഏതായാലും ശരി, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വെച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുക, എന്നാലും നമുക്ക് ഫലം കാണും. ഒന്നും വൈകി നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടാലും മതി, ഒരു ചാനലിൻ്റെ നല്ലൊരു വീഡിയോ കണ്ടാലും മതി. പക്ഷെ അതെല്ലാം നമ്മുടെ ഒരു ഹാർഡ് വർക്ക് പോലെ ഇരിക്കും.